ബദൽ കാതോലിക്കയാണ് വാഴിക്കുന്നതെന്ന് പറയുന്നത് ആത്മവഞ്ചനയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാതോലിക്കയെ വാഴിക്കുവാനുള്ള അധികാരം പാത്രിയർക്കീസിനാണ്. ഓർത്തഡോക്സ് സഭ തന്നെ ആദ്യത്തെ കാതോലിക്കയെ അത് നിയമവിരുദ്ധമായിട്ടാണെങ്കിലും കാനോനികമല്ലാതെയെങ്കിലും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു പാത്രിയർക്കീസിനെ, അന്ത്യോക്യ പാത്രിയർക്കീസിനെ കൊണ്ടുവന്നാണ് ആദ്യത്തെ കാതോലിക്ക വാഴ്ച നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ്, ഇത് പാത്രിയർക്കീസ് ബാവായുടെ അധികാരമാണ്, അവകാശമാണ്. കാരണം അന്ത്യോക്യ പാത്രിയർക്കീസാണ് ഇത് തുടങ്ങി വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ കാതോലിക്കയെ, യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കയെ വാഴിക്കേണ്ടത് പാത്രിയർക്കീസാണ്. ഈ ഒരു മാസം മുൻപ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇത് 2 സഭകളാണെന്ന് അവർ സത്യവാങ്മൂലം കൊടുത്ത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വിധിയും വന്ന്, ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ ഇത് വേറൊരു സഭയാണ്, വേറൊരു വിശ്വാസമാണ്, വേറൊരു ആചാരമാണെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ബദലാകുന്നത് എങ്ങനെയാണിത്? ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവം നടക്കുമ്പോൾ അതിനെ എതിരായിട്ട് വരുന്ന നല്ല ഉദ്ദേശമല്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് യാക്കോബായ സഭയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ സഭകളുടെയോ സമുദായങ്ങളുടെയോ ഒക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എത്രയും ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ നമ്മുടെ കേരള ഗവൺമെൻറ്റും ഒക്കെ ഇത് തുടരുന്നൊരു രീതിയാണ്. സ്വയം അപഹാസിതരാകുന്നതിൽ നിന്ന് ഇനിയെങ്കിലും ഒരു തിരിച്ചറിവോടുകൂടെ ഞങ്ങളുടെ സഹോദരങ്ങൾ പിന്മാറി ഒരു ക്രൈസ്തവ മാർഗത്തിലൂടെ ചരിക്കാനായിട്ട് പറയാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കാരണം സുപ്രീം കോടതിയിലും ഇത് വേറൊരു സഭയാണെന്നുള്ളത് അഫിഡവിറ്റും കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു പ്രതികരണം ആ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ഞാനൊരു സത്യോടെ പറയാം, ഓർത്തഡോക്സ് സഭയിലെ 90% വിശ്വാസികളും അവിടുത്തെ വൈദികരുൾപ്പെടുന്ന ആളുകളുമൊക്കെ ഇവർ കാണിക്കുന്നതിനോട് യോജിപ്പുള്ള ആളുകളല്ല എന്നുള്ളത് ഇത് കുറച്ച് ആ നേതൃത്വത്തിലുള്ള കുറച്ച് പേരുടെ ഒരു താല്പര്യമാണെന്നുള്ളതാണത് സത്യമായ വസ്തുത.